നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ SSCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ കാന്തിക ബലങ്ങൾ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സ് മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. ഈ രീതിയിൽ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയ SSCRTയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിച്ച് പെട്ടെന്ന് തന്നെ SSCRT പാഠപുസ്തകം കവർ ചെയ്യാനുള്ള ഒരു സീരീസാണിത്. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. SSCRT LP UP LDC LGS എല്ലാ എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LP UPക്കാർക്ക് പ്രത്യേകിച്ചും ഈ കാന്തിക ബലങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് SSCRT കവർ ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിക്കുന്ന കാന്തങ്ങൾ എന്താണ് പറയുക? സ്വാഭാവിക കാന്തങ്ങൾ എന്നാണ് പറയുക. ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. ഇന്ന് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കൃത്രിമ കാന്തങ്ങളാണല്ലേ. അപ്പോൾ ഈ കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അത് അൽനിക്കോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം: സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് എപ്പോഴും ഭൂമിയുടെ ഏത് ദിശയിലാണ് നിൽക്കുക? അത് തെക്ക് വടക്കാണ് നിൽക്കുക. നമ്മളിപ്പോൾ ഒരു ചരടിലെങ്ങാനും ഒരു കാന്തം കെട്ടിത്തൂക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് സ്വതന്ത്രമായി ചലിക്കുന്ന രീതിയിലായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ അതെപ്പോഴും ഏത് ദിശയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ? തെക്ക് വടക്ക് മാത്രമേ നിൽക്കുകയുള്ളൂ. അതൊന്ന് പഠിച്ചു വെക്കണം. PSC ചോദിച്ചിട്ടുണ്ട്. തെക്ക് വടക്ക് ദിശയിൽ മാത്രമേ സ്വതന്ത്രമായ ഒരു കാന്തം നിൽക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് കാന്തം എന്ത് സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്? ദിശാസൂചക സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന് പഠിച്ചു വെക്കുക. അതിന് ദിശാസൂചക സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അത് തെക്ക് വടക്ക് തന്നെ നിൽക്കുന്നത്. അടുത്ത പോയിൻ്റാണ്: ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിൻ്റെ അഗ്രം കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും രണ്ടാമത്തെ അഗ്രം ദക്ഷിണ ധ്രുവവുമാണ്. അതായത് കാന്തത്തിൻ്റെ ഒരഗ്രം ഉത്തര ധ്രുവം, അതായത് നോർത്തായിരിക്കും. മറ്റേ അഗ്രം ദക്ഷിണ ധ്രുവമാണ്, സൗത്തും ആയിരിക്കും. അതായത് ഒരു കാന്തത്തിൻ്റെ ഒരഗ്രം നോർത്തും മറ്റേ അഗ്രം സൗത്തുമാണ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കിയാലോ. 800 BCയിൽ, അതായത് BC എന്ന് വെച്ചാൽ ബിഫോർ ക്രിസ്റ്റ് ആണ് അല്ലേ. 800 BCയിൽ എവിടെ നിന്നു കണ്ടെത്തിയ ധാതുവിനാണ് അത്ഭുതകരമായ സ്വഭാവമുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചത്? അതായത് മഗ്നീഷ്യയിൽ നിന്ന് ഒരു ധാതു കണ്ടെത്തി. എപ്പോഴും 800 BCയിൽ. അപ്പോൾ ആ ധാതുവിന് വളരെയധികം അത്ഭുതകരമായ സ്വഭാവമുള്ളതായി കണ്ടെത്തി. അപ്പോൾ ഈ ധാതുവിന് ഗവേഷകർ കൊടുത്ത പേരാണ് മാഗ്നറ്റൈറ്റ്. എന്താണ്? 800 BCയിൽ കണ്ടെത്തിയ ഈ ധാതുവിന് ഗവേഷകർ കൊടുത്ത പേരാണ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ ലീഡിംഗ് സ്റ്റോൺ അഥവാ ലോഡ് സ്റ്റോൺ എന്നെല്ലാം അറിയപ്പെട്ടത് ഈ മാഗ്നറ്റൈറ്റ് ആണ്. അത് പഠിച്ചു വെക്കണം. ലീഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ മാഗ്നറ്റൈറ്റ് ആണ്. മനസ്സിലായല്ലോ? കാന്തത്തെ സംബന്ധിച്ചിടത്തോളം വികർഷിക്കുന്ന ധ്രുവങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് സജാതീയ ധ്രുവങ്ങളാണ്. അതായത് സജാതീയ ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ. ഇപ്പോൾ രണ്ട് കാന്തത്തിൻ്റെ നോർത്തും അല്ലേ, അതാണ് സജാതീയ ധ്രുവങ്ങൾ. അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങൾ, ഒരേപോലെയുള്ള രണ്ട് ധ്രുവങ്ങളും എപ്പോഴും എന്ത് ചെയ്യും? വികർഷിക്കുകയാണ് ചെയ്യുക അല്ലേ, അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം, മാറിപ്പോരുത്. ഒരേപോലെയുള്ള ധ്രുവങ്ങളെയാണ് സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ധ്രുവങ്ങൾ എപ്പോഴും എന്തായിരിക്കും? വികർഷിക്കുകയാണ് ചെയ്യുക. കാന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കുന്ന ധ്രുവങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിജാതീയ ധ്രുവങ്ങളാണ്. അതായത് നോർത്തും സൗത്തും, ഒരു കാന്തത്തിൻ്റെ നോർത്തും മറ്റൊരു കാന്തത്തിൻ്റെ സൗത്തും, അതായത് വിജാതീയ ധ്രുവങ്ങൾ അല്ലെ, വ്യത്യസ്തമായ ധ്രുവങ്ങളാണ് എപ്പോഴും എന്ത് ചെയ്യാം? ആകർഷിക്കുക. അപ്പോൾ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത പോയിൻ്റാണ്: അലൂമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത്
സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്ത സൂചിയാണ് കോമ്പസ് അല്ലേ. കോമ്പസ് എന്ന് വെച്ചാൽ എന്താണ്? അലൂമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്ത സൂചികളെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പസ് എന്ന് പറയാം. അപ്പോൾ ഭൂമി ഒരു കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമി ഒരു കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. അപ്പോൾ ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായ തെക്കും വടക്കും ഉള്ളതുപോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിനും തെക്കും വടക്കും ധ്രുവങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതും വില്യം ഗിൽബർട്ടാണ്. അതായത് കാന്തത്തിനും തെക്കും വടക്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? വില്യം ഗിൽബർട്ടാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. കാന്തിക ബലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ. കാന്തിക ബലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ. കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. കാന്തത്തിനകത്ത് ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കാണ് ഈ പാതയെന്ന് കരുതപ്പെടുന്നു. അതായത് കാന്തത്തിന് പുറത്ത് ഉത്തര ധ്രുവം, അതായത് നോർത്തിൽ നിന്നും സൗത്തിലേക്കും, കാന്തത്തിനകത്ത് സൗത്തിൽ നിന്നും നോർത്തിലേക്കുമാണ് ഇതിൻ്റെ പാത എന്ന് പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റ്, കാന്തത്തിൻ്റെ ഏത് തലത്തിലാണ് കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ തലങ്ങളിലും എന്നതാണ് ഉത്തരം. അതായത് കാന്തത്തിൻ്റെ ഏത് തലത്തിലാണ് കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ തലങ്ങളിലുമാണ് കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. ഇതെല്ലാം പഠിച്ചു വെക്കണം. കാരണം നമുക്ക് പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാം മാറിപ്പോവും. യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. എണ്ണത്തിന് എന്താണ് പറയുക? കാന്തിക ഫ്ലക്സ് സാന്ദ്രത. ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും. അതായത് അറ്റത്ത് അല്ലെ അഗ്രഭാഗത്ത്. ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കുമെന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്ത പോയിൻ്റാണ്, കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകളുടെ പാത ഒന്നിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്നും അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. അതെപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. വിജാതീയ ധ്രുവങ്ങളാണ് ആകർഷിക്കുക അല്ലേ. അപ്പോൾ ബലരേഖകളുടെ പാത ഒന്നിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും എന്നും കൂടി പഠിച്ചു വെക്കുക. അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും അതിൻ്റെ പാത. എന്നാൽ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. എന്താണ് ചെയ്യുക? സജാതീയ ധ്രുവങ്ങളുണ്ട് അല്ലേ, ഒരേപോലെയുള്ള ധ്രുവങ്ങൾ. ഇപ്പോൾ നോർത്തും ഒക്കെ ആണെങ്കിൽ അത് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു അല്ലേ, വശങ്ങളിലേക്ക് വളഞ്ഞു പോവുകയാണ് ചെയ്യുക. മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന ഈ മേഖലയാണ് അതിൻ്റെ കാന്തിക മണ്ഡലം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയ്ക്ക് എന്താണ് പറയുക? കാന്തിക മണ്ഡലം എന്നാണ് പറയുക. മനസ്സിലായോ. അടുത്തത്, കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് കൊബാൾട്ടും നിക്കലും. കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് നിക്കലും കൊബാൾട്ടും എന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പോയിന്റ്, കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം. അതായത് ആ ഒരു കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിന് എന്ത് ചെയ്യും? കാന്തശക്തി ലഭിക്കും അല്ലേ. നമ്മൾ ഇരുമ്പിനൊക്കെ കാന്തം ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ ഇരുമ്പും ഒരു അല്പം അതിനെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാന്തശക്തി അതിനും കൂടെ ലഭിക്കുന്ന പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുക? കാന്തിക പ്രേരണം എന്ന് പറയുക. അപ്പോൾ അതിന് കാന്തശക്തി ഇങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്ന് പഠിച്ചു വെച്ചാൽ മതി. കാന്തിക പ്രേരണം എന്ന് പറയാം. മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ്, കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയാണ് പ്രേരിത കാന്തശക്തി. അപ്പോൾ കാന്തശക്തി ലഭിക്കുന്നതിന് എന്താണ് പറയുക? കാന്തിക പ്രേരണം എന്നാണ് പറയുക. അപ്പോൾ ആ കാന്തശക്തി എന്താണ് പറയുക? പ്രേരിത കാന്തശക്തി എന്നാണ് പറയുക. അതായത് കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയാണ് പ്രേരിത കാന്തശക്തി. മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ്, സമ്പർക്കം മുഖേന ആയാലും സമ്പർക്കരഹിതമായാലും പ്രേരണം മൂലമുണ്ടാകുന്ന
കാന്തത്തിൻ്റെ ധ്രുവത അകന്ന അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവവുമായിരിക്കും എന്ന് പഠിച്ചു വെക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വിജാതീയ ധ്രുവങ്ങളാണ് അടുത്തേക്ക് വരിക എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കാന്തത്തിൻ്റെ ധ്രുവത അകന്ന അറ്റത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവവുമായിരിക്കുമെന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്തത്, ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായവയാണ് പച്ചിരുമ്പ്. അപ്പോൾ ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് എന്താണ്? പച്ചിരുമ്പാണ് അല്ലേ, മാറിപ്പോരുത്. എന്നാൽ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കാണ്. സ്ഥിരകാന്തവും ഉണ്ട്, താൽക്കാലിക കാന്തങ്ങളും ഉണ്ട്. അപ്പോൾ ഈ താൽക്കാലിക കാന്തം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പും സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ അനുയോജ്യമായത് ഉരുക്കുമാണ് എന്ന് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പം PSC തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. LP UP എഴുതുന്നവരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നവർ ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശകത. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, കാന്തത്തിന് അതിൻ്റെ സ്വാധീനിക്കുന്ന വസ്തുവിൽ കൂടി എന്ത് കൊടുക്കാൻ പറ്റും? കാന്തിക സ്വഭാവം കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിന് എന്താണ് പറയുക? വശകത എന്നാണ് പറയുക. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് റിറ്റൻറ്റിവിറ്റി. അപ്പോൾ അതിന് ഒരു കാന്തശക്തി ലഭിച്ചു അല്ലേ, അപ്പോൾ അത് നിലനിർത്തണമല്ലോ. അപ്പോൾ അത് നിലനിർത്താനുള്ള കഴിവിനെയാണ് എന്ത് പറയുക? റിറ്റൻറ്റിവിറ്റി എന്ന് പറയുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം മൂലം മറ്റൊരു വസ്തുവിന് കാന്തിക സ്വഭാവം കിട്ടുന്നതിനെയാണ് കാന്തവൽക്കരിക്കപ്പെടുക എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് കാന്തിക വസ്തുക്കൾക്കുണ്ടെങ്കിൽ ആ കഴിവിനെയാണ് വശകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാന്തിക സ്വഭാവം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിലനിർത്തണമല്ലോ. അപ്പോൾ ഈ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവ് ഏതിനാണ്? പച്ചിരുമ്പിനാണ് അല്ലേ. പച്ചിരുമ്പ് എന്ന് പറയുന്നത് താൽക്കാലിക കാന്തമാണ്. അപ്പോൾ ഈ കാന്തശക്തി ലഭിച്ചാൽ അത് നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവ് ആർക്കാണ്? പച്ചിരുമ്പിനാണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. SCERT കാന്തിക പ്രഭാവം എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പോയിൻ്റ് പോലും മിസ് ചെയ്യാതെ ക്ലാസ് അവസാനം വരെ കാണുക. നോട്ട്സ് വേണമെങ്കിൽ നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ അടുത്ത ചാപ്റ്ററുമായി വളരെ ഇമ്പോർട്ടൻ്റായ ടോപ്പിക്സുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക? ചാനൽ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ PSC പള്ളിക്കൂടത്തിൻ്റെ ചാനലിൽ LP UP LDC ഒക്കെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ LP UP സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളൊക്കെ വേണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.